നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ധർമ്മന് ഭയങ്കര വിഷമായി. ധർമ്മൻ എന്തായാലും ക്യാഷ് കൗണ്ടറിലെ ആ കസാര കയറിയിരിക്കില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പകരം സുകന്യ അങ്ങോട്ട് കയറിയിരിക്കുന്നേ. സുകന്യ കയറിയിരുന്ന് കഴിഞ്ഞപ്പോൾ അച്യുതനൊക്കെ ഭയങ്കര സന്തോഷമായി. ധർമ്മനിട്ട് പണി കൊടുത്തല്ലോ എന്നൊരു സന്തോഷം. പിന്നീട് ഇന്ദിരാമ്മയോട് പറഞ്ഞു, അമ്മ ഐശ്വര്യമായിട്ട് അമ്മ ആദ്യത്തെ കച്ചവടങ്ങൾ നടത്താൻ പറഞ്ഞു. അങ്ങനെ ഇന്ദിരാമ്മ സാധനം മേടിച്ച് സുകന്യയുടെ കയ്യിലേക്ക് പണം കൊടുക്കുകയാണ്. സുകന്യ അത് സന്തോഷത്തോടെ സ്വീകരിച്ച് അങ്ങനെ ഡ്രോയ്ക്കകത്തിട്ടു. എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല ധർമ്മന അവിടെ നിൽക്കാൻ പോലും തോന്നിയില്ല. ഒരു പക്ഷെ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ബാലയുടെ നല്ല ടെൻഷനായിരിക്കും. ചേച്ചിയെങ്കിലും ഒന്ന് പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അത് പ്രതീക്ഷിച്ച് എന്ത് ചെയ്തു, ധർമ്മൻ അപ്പം തന്നെ കടയിൽ നിന്ന് ഇറങ്ങുവാണ്. നേരെ വീട്ടിലേക്ക് പോവാം, ചേച്ചിയുണ്ട്, ചേച്ചിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന ഒരു ചിന്താഗതിയായിരുന്നു. അങ്ങനെ ഒടുവില് ധർമ്മൻ ദേവമംഗലത്തേക്ക് വരിക. അപ്പൊ ബാലൻ അവിടെ ഉണ്ടെന്നുള്ള കാര്യമൊന്നും ധർമ്മൻ അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ ധർമ്മൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഗോമതിയാണ്. ധർമ്മനെ കണ്ടുപടി പാഞ്ഞങ്ങോട്ട് ചെന്നു. ഓഹോ, നീക്കിപ്പൊ ഇങ്ങോട്ടേക്ക് കയറി വരാല്ലേ? ഇത്ര ദിവസം നിനക്ക് ഈ വീടിന്റെ പടി ചവിട്ടാൻ പറ്റില്ലായിരുന്നല്ലോ. എന്നാലും ഈ ചതി ഞങ്ങളോട് വേണ്ടായിരുന്ന ധർമ്മ. ചേച്ചി നീ കൂടുതലൊന്നും പറയണ്ട. എന്തിനാടാ നീ തോൽപ്പിക്കൂന്ന് പറഞ്ഞാലും ഇതുപോലെ ഒരു അടി കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. അയ്യോ ചേച്ചി, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. വേണ്ട ധർമ്മ, നീ എന്താളും നല്ലൊരു പണി തന്നെ ചെയ്തേ. അപ്പോഴേക്കും ഗോപതി പറഞ്ഞു, ഇത്രയും നാളും എടാ എന്റെ കൈ കൊണ്ട് വെച്ച് കൊള്ളുമ്പോ തന്നെയല്ല നിനക്ക്, എന്നിട്ട് എങ്ങനെ ചെയ്യാൻ തോന്നിടാ ഈ ചതി ഗോമതി സ്റ്റോഴ്സിനോട് ഈ കുടുംബത്തോടും? ഒന്നുമല്ലേലും അവിടെ ഇത്രയും കാലം ജോലി ചെയ്തോണ്ടിരുന്നല്ലേ, അതിനുള്ള കൂലിയാണോ നീ തന്നതെന്ന് ചോദിച്ചു. ബാലൻ പറഞ്ഞു, നിനക്ക് എന്നെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല ധർമ്മ, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തേ. ബാലേട്ട, ഞാനൊരു തെറ്റും വേണ്ട. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അങ്ങളെ എന്തോ ചെറിയച്ഛനെ പറയാനുണ്ട്, പറയട്ടെ. വേണ്ട മിത്ര, നീ അവനെ സപ്പോർട്ട് ചെയ്ത് പറയണ്ട. കോമതി പറഞ്ഞു, കട തുടങ്ങിക്കോ, അതിനൊന്നും കുഴപ്പമില്ല. അതേ കാലം നീ ആ കട ഇവിടെ വെച്ചോണ്ടിരിക്കില്ലടാ. ബാലൻ പറഞ്ഞു, അധികം വൈകാതെ തന്നെ ദേ ആ കട പൂട്ടൂന്ന് പറഞ്ഞു. നീ കണ്ടോടാ ധർമ്മ, എനിക്കിട്ട് പണിയായിട്ട് നീ ആ കട അവിടെ വെച്ചാണെങ്കിൽ പൂട്ടൂന്ന് പറഞ്ഞു. ധർമ്മന് സന്തോഷമായി. അതിന് വേണ്ടിയിട്ടാണല്ലോ ധർമ്മനും കാത്തിരിക്കുന്നത്. ധർമ്മം പറഞ്ഞു, അങ്ങനെയാണെന്ന് കാണട്ടെ. ധർമ്മം വെല്ലുവിളിക്കുകയാണ്. കാരണം വെല്ലുവിളിക്കുകയാണ് എത്രയും പെട്ടെന്ന് പൂട്ടൂന്ന് ഒരു ചിന്ത ധർമ്മന്റെ മനസ്സിലുണ്ടായി. ഒന്ന് പൂട്ടി കാണണമല്ലോ എന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞു, അത്രയ്ക്കായോ? എടാ എന്നാലും ഇത്രയ്ക്ക് അഹങ്കാരം നിനക്ക് പാടില്ലായിരുന്നൊക്കെ പറഞ്ഞു. ധർമ്മനെ മനസ്സിലായി, താൻ എന്തൊക്കെ ഇനി പറഞ്ഞാലും അവരുടെ തലയിലേക്ക് കയറാൻ പോകുന്നില്ല. പാലം പറഞ്ഞു, നിനക്ക് ഇങ്ങനെ ഇതുണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്നോടൊരു വാക്ക് പറയാൻ മേലായിരുന്നോടാ. ഞാൻ നിനക്ക് കടയിട്ട് തരുമായിരുന്നല്ലോ. അല്ല, എന്നെ വെല്ലു വിളിച്ചോണ്ട് നിനക്ക് കട തുടങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പൊ നീ നിന്റെ ചേട്ടന്മാരോടൊപ്പം ചേർന്നില്ലേ? കോമതി പറഞ്ഞു, ഇനി ഇവനോടൊന്നും പറയണ്ട ബാലേട്ട. എന്തിനാ ഇവനോട് പറയണത്? ഒടുവില് ധർമ്മനൊന്നും മിണ്ടാതെ അങ്ങോട്ട് തിരിച്ചിറങ്ങി പോകുമ്പോഴത്തേനും മിത്ര പിന്നാലെ ഓടിച്ചെന്നു. ചെറിയച്ചാന്നും വിളിച്ചോണ്ട്, മോളെ നീ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന? എനിക്കറിയാം മാമൻ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലെന്നുള്ള കാര്യം എനിക്കറിയാം. ഞാനിനി എന്തു പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ആര്യനെ വിളിച്ച് കാര്യങ്ങൾ പറയണ, എടാ ആര്യ, ധർമ്മം മാമൻ അവിടെ കടയിട്ടുണ്ടെന്ന് പറഞ്ഞു. കടയോ? അതെ, നമ്മുടെ കടയുടെ 2 കട അപ്പുറം ഇട്ടിട്ടുണ്ട്. അത് പക്ഷേ മാമന്റെ ഇതായിരിക്കില്ല. മിക്കവാറും ആ അലോകും പിന്നെ അവിടെ ഉണ്ടല്ലോ ബാക്കി 2 എണ്ണങ്ങള്, അച്യുതനും അനന്തനും കൂടെ, അവരെല്ലാരും കൂടെ ചേർന്നിട്ട് നടത്തിയ പണിയാന്ന് എനിക്ക് തോന്നേ, കോമതി സ്റ്റോഴ്സിനോട്ട് പണി തരാൻ വേണ്ടിയിട്ട്. അത് കേട്ടപ്പോൾ ആര്യനെ സഹിച്ചില്ല. കാരണം അലോക് വെല്ലുവിളിക്കുന്നതാണ്. അപ്പൊ അലോകിന്റെ ബുദ്ധിയായിരിക്കും ഇതൊക്കെ. കോമതി സ്റ്റോഴ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാരും കൂടെ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്ന ആര്യന് ഭയങ്കര ടെൻഷനായി. ആര്യം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, അവിടുന്ന് നേരെ ഇന്ദിര സ്റ്റോഴ്സിന് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്കും ധർമ്മനും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കടയിലേക്ക് അങ്ങോട്ട് കയറി ചെന്നു. കടയിലേക്ക് കയറി ചെന്നിട്ട് ധർമ്മനോട് പറഞ്ഞു, എന്നാലും മാമ ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചില്ല കേട്ടോ. മാമന് ഒരു വാക്കെങ്കിലും പറയായിരുന്നു ഞങ്ങളോട്. ഒന്നും അല്ലേലും മാമന് ഇത്രയും കാലം നമ്മൾ കൂടപ്പുറപ്പോലെ കഴിഞ്ഞല്ലേന്ന് ചോദിച്ചു. എടാ ആര്യ, ഞാന് അപ്പോഴേക്കും അലോക് വന്നിട്ട് പറഞ്ഞു, എടാ നീ എന്താടാ ഇവിടെ? സാധനം മേടിക്കാൻ വന്നാണ്, വന്ന് വാങ്ങിച്ചിട്ട് പോടാ. അല്ല, ഗോമതി സ്റ്റോഴ്സിലേക്കാൾ നല്ല സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നേ. ദേ അലോകെ, ഇതിനകത്ത് നീ കയറി ഇടപെടാൻ പറ്റില്ല. ഇത് ഞാനും മാമനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ. എടാ നീ മാമനുള്ള സംസാരമൊക്കെ കടയ്ക്ക് പുറത്ത് അറിയാലോ. എടാ ഇത് ഞങ്ങൾ മാമൻ ഇട്ട് കൊടുത്ത കടയാന്ന് പറഞ്ഞു. പിന്നെ കോമതി സ്റ്റോഴ്സിന്റെ കച്ചവടം ഇല്ലാതാവുന്നൊരു പേടി കാണുമല്ലേ? എടാ നല്ല സാധനങ്ങൾ കൊടുക്കുവാണെങ്കിൽ എവിടെയാണെങ്കിലും കച്ചവടം നടക്കൂടാ. അത് കേട്ട് ഇനിയിപ്പോൾ ആര്യം പറഞ്ഞു, അതേടാ അതാ എനിക്കും പറയാനുള്ളേ.
നല്ല സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കച്ചവടം നടക്കും. ഗോമതി സ്റ്റോഴ്സ് പൂട്ടിക്കാൻ വേണ്ടിയിട്ടാ നീയും നിന്റെ അച്ഛനും എല്ലാം ചേർന്നിട്ട് ഇങ്ങനൊരു പണി ചെയ്തെന്ന് മനസ്സിലായി. പക്ഷെ അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആര്യം വെല്ലുവിളിക്കുകയാണ്. അലോക് പറഞ്ഞു, ആ അങ്ങനെയാണ് പോയി കാണിച്ചാടാ എന്ന് പറഞ്ഞുകൊണ്ട് അലോകം വിട്ടുകൊടുത്തില്ല. അങ്ങനെ ഒടുവിൽ ഒന്നും രണ്ടും പറഞ്ഞ് അടിയായി. ആര്യൻ അലോകനെ അടിക്കാൻ ചെന്നപ്പോൾ അലോക ആര്യനെ അടിക്കണം. അപ്പോഴേക്കും ധർമ്മൻ ഇടയ്ക്കിലേക്ക് ഇതേ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. ആര്യ, നീ മര്യാദയ്ക്ക് കടയിൽ നിന്ന് പോകാൻ നോക്ക്, ഇവിടെ വന്ന് കിടന്ന് പ്രശ്നം ഉണ്ടാക്കല്ലെന്ന് പറഞ്ഞു. ധർമ്മൻ അത് മാത്രമേ വഴി ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇവിടെ കിടന്നൊരു പ്രശ്നം ഉണ്ടാക്കി ഇനിയിപ്പം എല്ലാവരും കൂടെ കൂടി ആര്യനെ അങ്ങനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അത് ധർമ്മന് സഹിക്കാൻ പറ്റില്ല. അലോകാണെങ്കിൽ ആര്യനെ അടിച്ചിട്ട് വാടാ നിന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് വീണ്ടും നിൽക്കുവാണ്. ആര്യം പറഞ്ഞു, നീ ജയിച്ചെന്ന് കരുതണ്ടാ, ഒരു കാരണവശാലും നീ ജയിക്കില്ല. നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നിനക്കിട്ടുള്ള പണി ഞാൻ തന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ടാണ് ആര്യന് ഇറങ്ങി പോകുന്നത്. ധർമ്മൻ എന്ത് ചെയ്യണമെന്നറിയില്ല. ഇപ്പൊ ഈ കടയുടെ പേരിലായിരിക്കും ഇനി അടുത്ത പ്രശ്നം ഉണ്ടാകാൻ പോകുന്നേ. അല്ലെങ്കിൽ തന്നെ ഒരു പ്രശ്നം കഴിഞ്ഞോളൂ. അതോടൊപ്പം തന്നെ ദേവമംഗലത്താണ് ഇപ്പൊ സ്വസ്ഥത സമാധാനവും ഇല്ല. ശ്രീദേവിയുടെ കാര്യം ഓർത്തിട്ട് എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ഇതും കൂടെ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആര്യം വീട്ടിലേക്ക് വരുവാണ്. ആര്യം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലന് കടയിലേക്ക് പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അച്ഛാ എന്നാലും ഉണ്ടല്ലോ, മാമൻ ഇങ്ങനെ ഒരു ചതി എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, അതൊന്നും സാരമാക്കണ്ട, നമുക്കുള്ളത് നമുക്ക് തന്നെ കിട്ടൂടാൻ മോനെ, അതൊന്നും ഓർത്ത് എനിക്ക് ടെൻഷനൊന്നുമില്ല. പിന്നെ കടയല്ലേ, നോക്കാം നമുക്ക് എന്നിങ്ങനെ ബാലൻ പറഞ്ഞു. പക്ഷേ എങ്കിൽ ആരിനെ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ആരിന് നല്ല ദേഷ്യമായിരുന്നു. ആ ലോകം എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു പണി വെച്ചിരിക്കുന്നത്. മാമൻ ഒരിക്കലും അങ്ങനെ മാമന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യില്ല. മാമനെ അതിനകത്തേക്ക് കൊണ്ട് പെടുത്തിയതെന്നുള്ള കാര്യം മനസ്സിലായി. ഇതിന്റെ പിന്നിൽ ആ ലോകം അച്ഛനൊക്കെ തന്നെ ആയിരിക്കണം. ഇച്ചിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദിരാമ അലോകും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വരുമ്പോഴത്തേനും ആരിനെ അത് കണ്ടു. ആരിനെ അങ്ങോട്ട് പാഞ്ഞു തന്നു. എടാ കടയിൽ വെച്ച് നീ വലിയ ആള് കളിച്ചു, പക്ഷെ നിന്നെ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് ആരിനവനെ തല്ലാനായിട്ട് ചെല്ലുവാണ്. അപ്പോഴേക്കും മിത്രയും കൂടെ ഇറങ്ങി ഓടി വന്നു. മിത്രയും കൂടെ ഇറങ്ങി വന്നിട്ട് അലോനോട് പറഞ്ഞു, എന്നാലും ഇത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല അലോകെ, എല്ലാവരും കൂടെ ചേർന്നിട്ട് ചെറിയച്ഛനെ കൊണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യിക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. നീ ഒന്ന് പോടിയെന്ന് പറഞ്ഞുകൊണ്ട് മിത്രയോട് ദേഷ്യപ്പെടുകയാണ് അലോക്. അപ്പോഴേക്കും ആരിന് ദേഷ്യമായി. ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം അടിയും പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ഇടയ്ക്കിലേക്ക് കയറി. ആ സമയം ഗോമതി പറഞ്ഞു, എടാ മോനെ നീ ഇങ്ങോട്ട് വാ, പ്രശ്നം വഴക്കൊന്നും ഉണ്ടാക്കലെന്ന് പറഞ്ഞു. ഇന്ദിരാമ്മ തടയാൻ നോക്കുന്നുണ്ട്. പക്ഷെ എങ്കില് തടയാൻ നോക്കിയിട്ട് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആരിനാണ് ഭ്രാന്ത് പിടിച്ച മട്ടിലായിരുന്നു. ഒടുവില് മിത്ര ആരിനോട് പറഞ്ഞു, ആര്യ വേണ്ട, ആര്യ വഴക്കും പ്രശ്നങ്ങളും ഒന്നും വേണ്ട, ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ് കയ്യെ പിടിച്ച് വലിക്കുകയാണ്. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, ഇവനെയൊന്നും ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഒന്നും രണ്ടും പറഞ്ഞ് അടിയായി കഴിഞ്ഞപ്പോഴത്തേനും ആന്റെ കയ്യെ പിടിച്ച് വലിച്ചു മിത്ര. ഒടുവില് ആരിന് ദേഷ്യം വന്നു. നീ ഇങ്ങോട്ട് വരാനും പറഞ്ഞുകൊണ്ട് മിത്രയുടെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത്രയും നാളും അവനെ സപ്പോർട്ട് ചെയ്ത് നിന്നു. നീ അവന് വേണ്ടിയിട്ടല്ലേ സപ്പോർട്ട് ചെയ്തേ, അവൻ നല്ലവനായി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? അവന്റെ തനി സ്വരൂപം നീ കണ്ടില്ലെന്ന് ചോദിച്ചുകൊണ്ട് മിത്രയോട് ദേഷ്യപ്പെടുകയാണ്. മിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. വല്ലാത്തൊരു വിഷമമായി പോയി. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല മിത്ര. ഇനിയിപ്പോൾ എന്തായി തീരും നമുക്ക് കണ്ടറിയണം. ഒരു പക്ഷേങ്കിൽ ഈ കടയുടെ പ്രശ്നം കാരണം ഇനി അടുത്ത പ്രശ്നം അതായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേങ്കിൽ അധികം നാളൊന്നും ആ കട മുന്നോട്ട് പോകത്തില്ല. ആ കടയ്ക്ക് ലൈസൻസും കാര്യങ്ങളൊന്നും കാണത്തില്ല. അതിൻ്റെ പേരിൽ ആ കട പൂട്ടേണ്ടതായിട്ടൊക്കെ വരും. അതിൻ്റെ ഈ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.